രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഈ കുറച്ച് ഡയലോഗ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ. അമ്മ ജാവ സിമ്പിൾ. ഞാൻ ഇന്നത്തെ ഒരു യുവനടൻ, ഞാൻ പേര് പറയുന്നില്ല, എന്റെ അടുത്തിരുന്ന് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് പേര് യുവനടൻ അല്ലയോ, വന്നിട്ട് 15 വർഷമായി, എന്നിട്ട് ഇപ്പോഴും യുവനടൻ. പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ നമ്മളെ കാണിച്ചിട്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്, ചിത്രത്തിന്റെ ടീമാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡൗട്ട് ഐ വെൽക്കം വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ ആൻഡ് പ്രേമദ. സോ ഹായ്, സുഖല്ലേ? മിണ്ടില്ലേ? ഓക്കെ. സോ ശരിക്കുള്ള ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു സംശയമുണ്ട്. ആരാണ് ഈ പ്രൊമോഷണൽ കോണ്ടന്റിന്റെ ഒക്കെ ഐഡിയക്ക് പിന്നിൽ? അല്ല, അങ്ങനെയല്ല, ഇത് മ്യൂച്വൽ ആണ്, കൂടി സെറ്റ് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയോ, ഈ ഭയങ്കര ഓരോ സിനിമക്കും ഓരോ പ്രൊമോഷൻ സ്ട്രാറ്റജിയാണല്ലോ. അപ്പോൾ സംശയം ഭയങ്കര കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നല്ല കോണ്ടന്റുള്ള വീഡിയോസ് ചെയ്തിട്ട് ആളുകളിലേക്ക് കൂടുതലെത്താം. അങ്ങനെ ഒരു മ്യൂച്വൽ ഡിസിഷൻ നമ്മളൊക്കെ കൂടി എടുത്ത് അങ്ങനെ ചെയ്താൽ. പക്ഷെ ലക്കിലി എത്തിയത് ആളുകളിലേക്ക്. ബ്രില്യന്റ് ഒരു ഐഡിയ ആയിരുന്നു. ഗ്രൂപ്പായിട്ട് അത് കൊടുക്കാണ് ക്രെഡിറ്റ്. അതെ, ഗ്രൂപ്പായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും സംശയമാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ട് ഒരാളെ സംശയിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു, ഞാൻ വെറുതെ സംശയിച്ചു എന്ന് തോന്നിയിട്ടുള്ള രസകരമായിട്ടുള്ള ഇൻസിഡൻസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര രസകരമായിട്ടുള്ള അത്ര രസകരമായിട്ടുള്ള ഉണ്ടായിട്ടില്ല. ഓക്കെ. അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പോലെയൊക്കെ ഉള്ളൂ. വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേണ്ടിയിരുന്നില്ല, തീർച്ചയായിട്ടും സംശയം എന്ന് പറയുന്നത് ഈ വാക്കില്ലേ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സന്തോഷം സങ്കടം എന്നൊക്കെ പറയുന്ന പോലെ അത്ര റിലേറ്റബിൾ ആണ്. അപ്പം അത് ഞങ്ങളുടെ സിനിമക്ക് ഭയങ്കര സ്ട്രെങ്താണ്. അപ്പോൾ അത് ലൈക്ക് നല്ല കാര്യം. അപ്പോൾ സംശയം തോന്നാത്ത ആളുകളില്ല. ഒരു 10-25 തവണയൊക്കെ തോന്നും ഒരു ദിവസം പല കാര്യത്തിൽ. ഗ്യാസ് ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ താക്കോൽ എവിടെ വെച്ച്, മറ്റേ അങ്ങനെ പല കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ശരിയായി, ഇങ്ങനെ ചെയ്ത് ശരിയായോ, ഇയാളെവിടെയോ കണ്ട ആ സാധനം അത്ര രസകരമായിട്ടുള്ളൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ പ്രൊമോഷണൽ വീഡിയോസും അതോടൊപ്പം തന്നെ നമ്മുടെ ടീസറൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് ഒരു കോമിക് എലമെന്റ് വെച്ചിട്ട് അതോടൊപ്പം തന്നെ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പം നമുക്കൊരു ഒരു പ്രത്യേക ഒരു ജോണർ ഉണ്ടോ നമ്മുടെ സംശയം എന്ന ചിത്രത്തിന്? ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ എന്ന് പറയാം, അല്ലേ? കോമഡി ആ ഒരു ജോണറിലാണ്. ഓക്കെ. ഇപ്പോൾ വിനയ് ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ ക്യാരക്ടറിന് ഒരുപാട് ലുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ട്, അങ്ങനെ ഒരു ആക്ടറായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടറും നമുക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റും അത് ഏത് സിനിമയിലേതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സിനിമയ്ക്കാണെങ്കിലും അങ്ങനെ ക്യാരക്ടറിന് ഒരു പ്രത്യേക സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ അത് തീരുമാനിക്കാറുണ്ടോ, ഓക്കെ ഈ കഥയ്ക്ക് ഈ ഒരു ലുക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത്? അത് സ്വന്തമായിട്ടുള്ളൊരു ഡിസിഷനാണോ, കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ടറിനെ സംവിധായകന്റെ ഡിസിഷൻസ് ആയിരിക്കും? പിന്നെ നമ്മൾ എന്തെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നൊരു പരിപാടിയിലും നല്ലൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് മാത്രമേ. ഇപ്പോൾ സംശയത്തിലൊക്കെ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും രാജേഷിൻ്റെ ഡിസിഷനാണ്. ഇയാളുടെ മീശയുടെ അളവും ഇയാളുടെ മറ്റേ സ്കിൻ കളറും ഇയാളുടെ പല്ലും പരിപാടി മുഴുവൻ രാജേഷ് തന്നെ ഡിസൈഡ് ചെയ്തതാണ്. ഷറഫിക്കയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ചെയ്തത്, അത് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ട് പിന്നീട് കുറച്ചുകൂടെ സീരിയസ് ഇമോഷണൽ റോളൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ആ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടായിരുന്നല്ലോ, അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആൻഡ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എങ്ങനെയാണ്? ട്രാൻസിഷൻ ഫേസിനെ ഹാൻഡിൽ ചെയ്തത് തുടക്കകാലത്ത് തമാശ അത്തരത്തിലുള്ള കഥാപാത്രത്തിൽ നിന്ന് പിന്നീട് കുറച്ചുകൂടെ ഇമോഷണൽ ഡെപ്ത് ഉള്ള റോളുകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് ആ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, നമുക്ക് ആസ് ആൻ ആക്ടർ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസിഷനാണ് ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല, കിട്ടിയ സിനിമയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ട്രാൻസിഷൻ ഫേസിലാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. പൈസയൊക്കെ കിട്ടുന്നുണ്ടോ, അത്യാവശ്യം നല്ല കഥാപാത്രമാണോ, ആ ചെയ്തതെന്ന് നാട്ടുകാർക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുക എന്നല്ലാതെ ഞാൻ എത്രമാത്രം മാറിക്കൊണ്ടിരിക്കുന്നു, എന്നിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് സ്വന്തമായിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് കുറവാണ്.
അത് ഈ പറഞ്ഞ പോലെ വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പരിപാടിയായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കോമഡി ക്യാരക്ടർ ചെയ്തു അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പോയേനെ. പെട്ടെന്ന് അവലേട്ടൻ വിളിച്ചിട്ട് തന്നെ വരത്തം തന്നു. അപ്പോൾ വരത്തുനിന്ന് വരത്തും ചെയ്തു. അപ്പോൾ വരത്തം കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ആ ലൂപ്പിൽ തന്നെ അഞ്ചാം പാതിര പോലെ സിനിമ വന്നു. അത് കഴിഞ്ഞ് അഞ്ചാം പാതിരയ്ക്ക് ശേഷം കോഡ് വന്നു. അപ്പോൾ കോഡ് വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പ്രിയനോട്ടത്തിൽ വന്നു. പ്രിയനോട്ടത്തിൽ ചെയ്തു. പിന്നെ അതുപോലത്തെ കുറച്ച് സിനിമകൾ വന്നു. അങ്ങനെ അതങ്ങനെ വരുന്ന സിനിമയും ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണ്. അപ്പം ഇപ്പൊ നീയും ഞാനും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ചിത്രമാണ്. എനിക്ക് അതിലെ കഥാപാത്രത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് എടുത്ത് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഏതൊരു മലയാളി പ്രേക്ഷകർക്കും എപ്പോഴും ഓർക്കുന്ന പെട്ടെന്ന് ഓടി വരുന്ന ഒരു കഥാപാത്രമാണ് ഗിരിരാജൻ കോഴി എന്ന് പറയുന്നത്. അപ്പം രണ്ടിനും രണ്ട് എക്സ്ട്രീമാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം. അല്ല, അത് ഒരു സിനിമ നമ്മൾ കഥാപാത്രമൊക്കെ വായിച്ച് നമ്മൾ പ്രിപ്പയർ ആയി നമ്മൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പ്രേമത്തിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ തോന്നലുകളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു അടി അടിച്ചു. എൻ്റെ കയ്യിലുള്ള എല്ലാ നമ്പറും ഞാൻ എറിഞ്ഞു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് ഞാൻ പ്രേമമൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ വെച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, സ്പോട്ടിലൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ഇതൊന്നും ഞാൻ ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം അപ്പോഴും എടുത്തിട്ടില്ല. ഇതിൻ്റെ ക്രെഡിറ്റും കാര്യമായിട്ട് ഞാൻ പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഹിറ്റാക്കിയത് അൽഫോൺസാണ്. ആ പടം വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഗിരിരാജൻ കോഴി എന്നൊരു സംഭവമേ അല്ലല്ലോ. ഗിരിരാജൻ കോഴിയിലെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്. നീ ചായ അടിച്ചാൽ മതിട്ടോ, നീ എന്നെ അടിക്കണ്ട. ആ സാധനം അതൊക്കെ അങ്ങനെ കിട്ടുന്ന ഡയലോഗ്സ് ഒക്കെ വരുന്നതാണ് ഇപ്പോഴും. അതൊരു ഭാഗ്യമായിട്ട് അത് നമുക്കൊരു ഭാഗ്യമാണ്. ഒരു പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും അങ്ങനെ ചെറിയ തగ్గടിക്കുന്നു. എൻ്റെ കുടുംബക്കാർ മൊത്തം അങ്ങനത്തെ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ചേട്ടന്മാർ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും 1-to-1-2 നിൽക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം ഉള്ള കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അതല്ല പടപടയെന്ന് പറഞ്ഞ് നമ്മളതിൽ നിൽക്കുന്നില്ല. അത് ഭയങ്കര പരിപാടിയാണെന്ന് വിശ്വസിക്കുന്നുമില്ല. ഓക്കെ. ഇപ്പം നേരത്തിന്റെ 12 ഇയേഴ്സ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. പ്രേമമാണെങ്കിൽ വിമൽ സാറിനെയും അതുപോലെ മെയിലാണ് 10 ഇയേഴ്സ് ആവുന്നത്. അപ്പം ആസ് എ കോമൺ ഫാക്ടർ ആ ഒരു മാജിക് ഉണ്ടായിരുന്നു, പ്രേമം തന്നിട്ടുണ്ടായിരുന്ന ഒരു മാജിക്. അപ്പം കോമൺ ഫാക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിനിമയിൽ നിന്ന് ഓടി വരുന്ന മെമ്മറീസോ അങ്ങനെ എന്തെങ്കിലും? സെറ്റ് എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ? ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പൂരയിൽ പോയിട്ടുണ്ടായിരുന്നു. പൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്നത്തെ പ്രീ പ്രൊഡക്ഷൻ വീടാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വന്ന അവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രേമം കഴിഞ്ഞൊരു അപ്പം ഞങ്ങളുടെ കൂട്ടുകാരനുണ്ട് മുകേഷ് എന്ന് പറഞ്ഞ ക്യാമറമാനാണ്. അവൻ്റെ അമ്മയുടെ തറവാടാണ് അത് വീട്. ഞാൻ അന്ന് മുതലേ അത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അമ്മയുടെ തറവാട് അമ്മ മരിച്ചുപോയി, ടീച്ചറമ്മ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് തന്നിട്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തും ലൊക്കേഷനും ഞങ്ങളുടെ കിടപ്പ്, രാജേഷ് മ്യൂസിക് ഉണ്ടാക്കുന്ന, അൽഫോൺസ് എഴുതുന്നത്, അത് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നത് എല്ലാ പുരയിലാണ്. അപ്പോൾ ആ പുരയിൽ അത് കഴിഞ്ഞിട്ട് പ്രേമം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. ഞങ്ങളൊക്കെ തിരക്കില്ലേ. അങ്ങനെ ആ പുരയിൽ വേറൊരു അന്തേവാസി വന്നു, വേറൊരാൾ എടുത്തു. ഞങ്ങൾക്കറിയാവുന്ന ഒരു കോമൺ ഫ്രണ്ട്. പിന്നെ പുള്ളി കുറേ കാലം ഉണ്ടായി. പുള്ളി അത് US അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് എടുത്തതിന് ശേഷം അതിപ്പോൾ വീണ്ടും ഭയങ്കര നന്നാക്കി. അന്നത്തെ പോലെ തന്നെ വീണ്ടും ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം അതുപോലെയൊക്കെ ആയി. ഭയങ്കര അടിപൊളിയായിട്ട്. ഞാൻ ഇന്നലെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12th ഇയർ സെലിബ്രേഷന് വേണ്ടി പോയപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്പോൾ പോയപ്പോൾ ഞാൻ അൽഫോൺസിനെ, അത് പോയതിന് ശേഷം ഞാൻ അൽഫോൺസിനെ കണ്ടേടാ. ഞാൻ പറഞ്ഞു ശരിക്കും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പുറകെ പോയി കാല് കുത്തിയപ്പോൾ അത് വേറൊരു ഫീലാണ്. എന്ന് വെച്ചാൽ ലൈക്ക് നമുക്കത് വേറെ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. എല്ലാം അവിടെ ഓർമ്മയിൽ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ അവസാനം വരെ ഫോളോ ചെയ്യുന്ന ഓർമ്മകളും അല്ലെങ്കിൽ ആ സന്തോഷവും എല്ലാം തന്നത് ആ പ്രേമത്തിൻ്റെ ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാം കൂടി ചേർന്നാണ്. അപ്പം അതാണ് എൻ്റെ ഒരു അതിലുള്ളൊരു തോന്നൽ. ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുള്ള കാലഘട്ടത്തിൽ ഇയാളില്ല, ഇയാളുള്ള കാലഘട്ടത്തിൽ ഞാനില്ല പ്രേമത്തിൽ. പക്ഷേ വിമൽ സാറിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആഫ്റ്റർ ഒരു 10 ഇയേഴ്സിന്റെ ശേഷം? ഇപ്പൊ ഓർക്കുമ്പോൾ അരിമേടിക്കാൻ പറ്റി പ്രേമത്തിന് ശേഷം ഇപ്പോഴും അതിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എത്രയോ നല്ല സിനിമകൾ അതിന് ശേഷം ചെയ്തു. പക്ഷേ ഒരിക്കലും ഇപ്പം നമ്മളൊരു ഉത്സവത്തിൽ അമ്പലത്തിലെ പരിപാടിക്ക് വന്നു, ഒരു കോളേജിലെ പരിപാടിക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും നമ്മളാളുകൾ അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോഴും ആ പേരില്ല.
അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പോഴും അരി വാങ്ങുന്ന പ്രേമത്തിൻ്റെ പൈസയാണ്. എന്ന് പറഞ്ഞാൽ അത് ഡയലോഗ്സും ഇപ്പോഴും നമ്മള് റെഗുലർ ഡേയ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ജാവയുടെ ഇയാള് ഡെയിലി റെഗുലർ ബേസിസിൽ പ്രേമത്തിലെ ഡയലോഗ് അല്ല, നമ്മുടെ സർക്കിളൊക്കെ മൂവീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഈ കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ. അമ്മ ജാവ സിമ്പിൾ അങ്ങനെയല്ല. പക്ഷെ എനിക്കറിയാം ഡേ ടു ഡേ ലൈഫിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി. അതെ, അങ്ങനെ. അപ്പം അങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്. ഓക്കെ. അല്ല, അത് ഭയങ്കര സ്പെഷ്യലാണ്. അത് ഇയാള് നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ അതൊരു മാജിക് ആയിരുന്നു. അതൊരു മാജിക്കാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് പറയുന്ന പോലെ മേക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അതിന് മുമ്പ് എന്നെ വെച്ച് ഒരാളെ കോമഡി റോൾ ആലോചിച്ചിട്ടില്ലടോ. അതിനുശേഷം ആളുകൾ കോമഡി റോളെ ആലോചിക്കുന്നുള്ളൂ. അവിടെ പണി പാളി. അതാണ് ഞാൻ പറഞ്ഞ. അല്ല, എനിക്ക് അതിന് ശേഷം മാലിക്, ചുരുളി, കിസ്മത്ത് അങ്ങനെ കുറച്ച് പടങ്ങൾ വേറെ പരിപാടിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് പരിപാടി. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞ ആ പടം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. അതൊരു മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. അല്ലാണ്ട് നമ്മളങ്ങനെ വലിയ അമ്പൊന്നും ചെയ്തിട്ടില്ല. ഇനി പ്രേമതയിലേക്ക് വരാണെങ്കിൽ ആക്ച്വലി ഇവരെ രണ്ടുപേരും കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിന്റെ തലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ കമ്മറാണ്. അപ്പം ഒരു സെറ്റിൽ ആസ് എ ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ എന്നതിനപ്പുറത്തേക്ക് ഒരു പുതിയ കഥാപാത്രത്തെ ഹോൾഡ് ചെയ്യുമ്പം ഇവരിൽ നിന്നൊക്കെ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു ടേക്ക് അവേ ഈ ഒരു സെറ്റിൽ നിന്ന്? എനിക്ക് ഏറ്റവും വലിയ ടേക്ക് അവേ ഇവർ രണ്ടുപേരിൽ നിന്നും സ്പോണ്ടേനിറ്റി ആണ്. അത് എനിക്ക് ഏറ്റവും പാടായിട്ടുള്ളൊരു കാര്യമാണ്. പ്ലസ് ഒരു ആക്ടറിൻ്റെ ഏറ്റവും അടിപൊളി ക്വാളിറ്റി ആയിട്ടും തോന്നിയിട്ടുണ്ട്. ആ സ്പോട്ടിൽ അത്രയും സ്പോണ്ടേനിയസ് ആവാന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റിയ കാര്യമല്ല. സോ എനിക്ക് ആക്ച്വലി ഇവർ രണ്ടുപേരും ആസ് ആക്ടേഴ്സ് എനിക്ക് ബിഗ്ഗസ്റ്റ് ടേക്ക് അവേസ് എത്ര സ്പോണ്ടേനിയസ് നമുക്ക് ആവാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന സീനിനെ കൂടുതൽ പവർഫുൾ ആക്കുമായിരിക്കും. അല്ല, എനിക്കും പ്രിയമ്പതക്കും കാര്യമായിട്ട് സീൻസ് അധികം ഉണ്ടായിട്ടില്ല. ഞാൻ പ്രിയനോട് പറഞ്ഞു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു സിനിമയിൽ നമുക്ക് പ്രോപ്പർലി ഒരു ഫുൾ ലെങ്ത് സിനിമയൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രിയ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അത് എല്ലാ ഫീമെയിൽ ആക്ടേഴ്സിനും കൂടെ നമുക്ക് കിട്ടില്ല. ഭയങ്കര അതായത് ഇപ്പോൾ ആണുങ്ങൾ മാത്രമുള്ളൊരു സിനിമയാണെന്ന് വിചാരിച്ചു, അവിടെയും പ്രിയനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അത്രക്ക് ഭയങ്കര ഈസിയാണ്. മറ്റേ പ്രിയ വന്ന് പ്രിയയുടെ കാര്യം നോക്കിയിട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാത്തിനും ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരാളാണ്. സെറ്റ് എങ്ങനെയായിരുന്നു? നിങ്ങളെല്ലാവരും ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു. സെറ്റിലെ ഏറ്റവും നമുക്ക് അങ്ങനത്തെ ഒരു മൂഡിലല്ലായിരുന്നു. ഓരോ സിനിമക്കും ഓരോ മൂഡുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ഒരു നേച്ചർ അനുസരിച്ച്, ഈ സിനിമയുടെ നേച്ചർ അനുസരിച്ച് പാവത്തിനെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ. ആ സിനിമയുടെ നേച്ചർ അനുസരിച്ച് ഈ സിനിമ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തു. സിനിമ നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ഫണ്ണും അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ഈ മേജർ റോൾസിൽ ചെയ്യുന്ന സിനിമകളിൽ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കും. അപ്പോൾ ഞാനിപ്പോൾ അവസാനം ചെയ്തത് മറ്റേ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമയാണ്, ഫാസ്റ്റ് ഫാസിൻ്റെ സിനിമ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ചധികം ലിബേർട്ടി ഉണ്ട്. നമ്മളൊരു ക്യാരക്ടർ റോളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പുഴങ്കളിയൊക്കെ ഓക്കെയാണ്. ഡയറക്ടർ മറ്റേ തള്ളക്ക് വിളിച്ചൊക്കെ സെറ്റ് ചെയ്യും നമ്മളെ. പക്ഷെ നമ്മൾ മേജർ റോൾ ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യും കാര്യങ്ങൾ. സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലിജോ മോളാണ്. അപ്പോൾ ശരിക്കും മറ്റ് അന്യഭാഷകളിൽ പോലും ചെന്നിട്ട് അവിടെ നല്ല മികച്ച കഥാപാത്രങ്ങളെ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ്. അപ്പം ലിജോ മോൾ എന്ന ഒരു ആക്ട്രസ് ഈ ഒരു സിനിമയെ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്? ലിജോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പരസ്പരം അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ ഞാൻ ഏറ്റവും ഈസിയസ്റ്റ് പറയാൻ പറ്റുന്നത് സെറിൻ, ഞാനും സെറിനും ആട്ടം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും തിയേറ്ററിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മറ്റേ ഈ നമ്മുടെ സിനിമയുടെ ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെ ആ സീനിനെ കുറിച്ചിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കും. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് നമുക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് 10 പേജൊക്കെ ഉണ്ട് ഒരൊറ്റ കോൺസെപ്റ്റിൽ. അപ്പോൾ നമുക്ക് വെറുതെ പറഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഫുൾ പറയുക ചെയ്യും. എന്നിട്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാനും കൂടെ അറിഞ്ഞില്ല അത്. പടത്തിൻ്റെ പ്രൊമോഷന് പോയി കഴിഞ്ഞപ്പോൾ ഇതൊരു ആട്ടം ബഡ്ജറ്റ് വൈസ് ചെറിയ സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സെറിൻ എന്നോട് പറയും വണ്ടി എടുത്താൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടി കൊണ്ടേ നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആട്ടം കണ്ടോ?
അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകും. കണ്ട് അപ്പോൾ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞ് അപ്പോൾ റിയൽ മഴ അവിടെ നടക്കുകയാണ്. നമുക്ക് മഴ നിന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ലക്ഷറി ഇല്ല. 1-2 ദിവസം നോക്കി. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് 2 ക്യാമറ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചു. എന്നിട്ട് നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞു. അത് ശരിക്കും മറ്റേ കട്ട് ബാക്ക് ഉണ്ട്. അവിടെ ഒരു വിഷയം നടക്കുന്നു, ഇവിടെ ഒരു വിഷയം നടക്കുന്നു. പക്ഷേ ക്യാമറ ഓൺ ചെയ്തിട്ട് മറ്റേ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 10 പേജ് ചെയ്യും. 10 പേജ് ഞങ്ങൾ ചെയ്യും. പക്ഷെ ഞങ്ങൾക്കത് 10 പേജായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്തിട്ട് പോയി. പിന്നീട് മറ്റേ ഒരു പ്രൊമോഷനിൽ ഇരുന്നിട്ട് ആനന്ദ് പറഞ്ഞ എന്നോട് പറഞ്ഞു, അതായത് ആ 10 പേജ് 1 മണിക്കൂറിലാണ് ഷൂട്ട് ചെയ്തത്. ആ 10 പേജ് ഞാൻ പറഞ്ഞ അത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു ആസ് ആൻ ആക്ടേഴ്സ്. ഞാനും ഉസറിനൊക്കെ. ലിജോയുടെ കേസിലേക്ക് വരുമ്പോൾ ഒരു വക ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ആക്ഷൻ ഞാൻ ചില ആളുകൾ അത് ബ്ലെസ്ഡ് ആണ് അവർ. എനിക്കതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കണേ. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ കൂടെ സീൻ വർക്ക് ചെയ്യാനുള്ള പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആക്ഷൻ പറയുമ്പോൾ അവർ ക്യാരക്ടറായിട്ട് നിൽക്കും. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്കപ്പോൾ പിന്നെ ലിജോൺ അല്ലെങ്കിൽ ലിജോൻ്റെ പരിപാടികളൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ നിന്ന് മാറി ഭയങ്കര ലവ്. ഇപ്പോൾ ഞാൻ ഇത് കാണുമ്പോഴും എനിക്ക് ഫ്രെയിമിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. നമ്മൾ 2 ആക്ടേഴ്സായിട്ട് ഫീൽ ചെയ്യാറില്ല. അത് അവരുടെ ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മാജിക്കാണ്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് പരിപാടിയായിരുന്നു ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്തത്. കുറച്ച് മുമ്പ് പറഞ്ഞ സ്പോണ്ടേനിറ്റിയുടെ ഒരു സ്പോണ്ടേനിറ്റി അല്ല അവിടെ, ഇതൊരു മാജിക്കാണ്. അതായത് ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും ഞാൻ സംസാരിക്കുന്ന ആ ക്യാരക്ടറിനോടാണെന്നുള്ള പോലത്തെ ഒരു മാജിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഞങ്ങൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷണൽ സീക്വൻസസ് ഉണ്ട് പടത്തിൽ. ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടാണ്, ഭയങ്കര ലവിങ് ആയിട്ടുള്ള കപ്പിൾസാണ്. അപ്പോൾ അതിലൊക്കെ നമ്മളൊന്നും എക്സ്ട്രാ ഇടണ്ട, നമ്മളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്കിടയിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ലൈക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ്സ്, ആസ് എ കോ ആക്ടേഴ്സ് നമ്മുടെ ഉള്ള കെമിസ്ട്രി കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അൾട്ടിമേറ്റ്ലി സംശയം എന്ന് പറഞ്ഞൊരു സിനിമ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ അൾട്ടിമേറ്റ് ആ ഒരു കാരണം എന്താണ്? ഈ ഒരു സിനിമയിലേക്ക് എനിക്ക് വരണം, ഇത് ചെയ്യണം, ഈ ഒരു റോൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അൾട്ടിമേറ്റ് ഫാക്ടർ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അതാണ് അൾട്ടിമേറ്റ് ഫാക്ടർ. ലൈക്ക് എനി ആക്ടർ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ സംശയം വന്നു. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന്. ആൻഡ് ഓൾസോ ദ കാസ്റ്റ് ആൻഡ് ദ ക്രൂ, അപ്പം എല്ലാം കൊണ്ട്. ആൻഡ് ഓൾസോ ഈ കഥ, ഒരു നേരത്തെ നമ്മളെല്ലാം ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കഥയാണ് ഇതിൻ്റെ സ്റ്റാർ. ഈ സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിൽ സ്പെസിഫിക് സ്ക്രീൻ പ്ലേ. നല്ല കഥകൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ല സ്ക്രീൻ പ്ലേസ് എന്നിലേക്കൊക്കെ വരുന്നത് ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനോടൊരു വേറെ പരിപാടി ഉണ്ട്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു റീസണേ ഉണ്ടായില്ല ഇതിനെക്കുറിച്ച്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു റീസൺ ചോദിച്ചില്ലേ ചൂസ് ചെയ്യാനുള്ള, എനിക്കിത് ഇതിനെക്കുറിച്ച് റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഒരു റീസൺ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ അർത്ഥം അത്രയ്ക്ക് നല്ല സിനിമയാണ്. മെയ് 16-ാം തീയതി തിയേറ്ററിൽ സിനിമ വരും, എല്ലാവരും പോയി കാണണം. ഞാൻ ആദ്യം പോയി കാണണം. ഒരു കുഞ്ഞു സെഗ്മെന്റ് കൂടെ ഉണ്ട്, നമുക്ക് അതിലേക്ക് കൊടുക്കാം. സോ സംശയം ആരോട് ചോദിക്കും എന്നുള്ളതാണ് സെഗ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് സംശയം തോന്നിയാൽ ആരോട് ചോദിക്കും? ഓരോരുത്തരും ഇൻഡിവിജ്വലി ആൻസർ ചെയ്തു. ഞാൻ 2 പേരുണ്ട്, അമ്മേനോടും ഭാര്യനോടും സംസാരിക്കും. ഓക്കെ, എനിക്ക് 1-2 സുഹൃത്തുക്കളുണ്ട്. ഞാനോട് മിക്കവാറും ഞാൻ ഞാൻ തന്നെ ലോക്കാക്കും. ഞാൻ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. ഭയങ്കര ഡിസിഷൻ മേക്കറാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ 1-2 കൂടെയാണ്. മിക്കവാറും എൻ്റെ 90% ഞാൻ തന്നെ. അച്ഛനും അമ്മയും. ബട്ട് എനിക്ക് മെയിൻ പ്രോബ്ലം നോ പറയാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. എത്ര ഡിപ്ലോമാറ്റിക്കലി നമ്മൾ നോ പറയാം മറ്റാളെ വേദനിപ്പിക്കാണ്ട്. പരിപാടി നോ പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് എനിക്ക്. പക്ഷെ അവർക്ക് തോന്നില്ല ഒരു അത്രയും. പക്ഷെ നിങ്ങൾ അവരുടെ ടൈം സേവ് ചെയ്യാണ്, നിങ്ങൾ അവരുടെ ടൈം റെസ്പെക്ട് ചെയ്യാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്നത്തെ ഒരു യുവ നടൻ, ഞാൻ പേര് പറയുന്നില്ല,
ഭയങ്കര എന്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഈ പേര് യുവനടൻ താൻ യുവനടനല്ലയോ. വന്നിട്ട് 15 വർഷമായി, എന്നിട്ട് ഇപ്പോഴും യുവനടൻ. ഇപ്പോ ഇന്നത്തെ യുവനടൻ അപ്പൊ പുള്ളിനോട് ഒരു തിരക്കഥ പറയണം എന്നാൽ ഭയങ്കര തിരക്കുള്ള നടനല്ലേ, അതും കൂടെ ഞാൻ പറയാം. അയാളെ കളിയാക്കുന്നതല്ല, എനിക്കും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അളിയോ ഇതേപോലെ ഒരു തിരക്കഥ കേൾക്കണം, ഭയങ്കര തിരക്കഥയൊന്നും അല്ല, ഒരു ഡീസൻറ്റ് പരിപാടി ഒന്ന് കേൾക്കാൻ പറഞ്ഞു. ചേട്ടാ ഞാനൊരു 2 ആഴ്ച ഞാൻ വേറൊരു പരിപാടിയിലാണ്, വേറൊരു ചിന്തപ്പാടും അപ്പം ഇതിലാണ് എൻ്റെ ഫോക്കസ് മുഴുവൻ. അത് കഴിഞ്ഞ് ഞാൻ കണ്ണൂർ തലശ്ശേരി ഉണ്ടാകുമായിരിക്കും, നമുക്ക് ആ ടൈമിന് കേൾക്കാമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ വിൽ ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വഴി പോയിട്ടില്ല. ഇവനെ പോലത്തുള്ള ആളുകൾ ചെയ്യുന്നതെന്താണെന്നറിയോ, ഈ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പാവമില്ലേ, അവൻ്റെ മാസങ്ങൾ തിന്നാണ് ഇവന്മാര്. ഏറ്റവും അങ്ങനെ ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ നോ പറയണം, അഡ്വൈസിന് വേണ്ടിയിട്ട് അപ്പുറം മാത്രം ഞാൻ വിളിച്ചിട്ടുള്ളൂ ആരെങ്കിലും. അല്ല നോ പറയാൻ നോ പറയുന്നത്. എനിക്ക് താൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു, എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് അടുത്ത ഓപ്ഷനിൽ പോവാം. ടോം ക്രൂസ് ഒന്നും അല്ലല്ലോ നമ്മളൊന്നും. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അടുത്തതായിട്ട് ഒരു വിപ്ലവകാരിയുടെ റോള് നിങ്ങൾ ചെയ്യണം. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഭയങ്കര ചേർച്ചയായിരിക്കും. ഞാൻ 4ാം ക്ലാസ് പോലെ നാടകം കളിച്ചു തുടങ്ങിയ ആളറിയാമല്ലോ. വിപ്ലവകാരി ഇവിടെ 4ാം ക്ലാസ് പോലെ ഞാൻ ബാലസംഘത്തിന് വേണ്ടിയിട്ടായിരുന്നു തെരുവ് നാടകം കളിച്ചത്. ഞാൻ 4ാം ക്ലാസ്സിലെ കൊച്ച്, മറ്റേ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ കേട്ടോ, 4ാം ക്ലാസ്സിലെ കുട്ടി തെരുവ് നാടകം കളിക്കുമ്പോൾ ബാലസംഘത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ടർപ്പാള ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും, മറ്റേ റോഡ് പൊള്ളുന്നുണ്ടാവും. റോഡ് പൊള്ളില്ല, മാർച്ചിലൊക്കെയാണ്, വെക്കേഷനാണല്ലോ, സമ്മർ വെക്കേഷനാണ്. 12 മണിക്കാണെങ്കിൽ ചെരുപ്പിടൂല നമ്മളാരും. ചെരുപ്പിടാണ്ട് റോട്ടിൽ നാടകം കളിച്ചിട്ടുണ്ട്. അത് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ, താനിപ്പോ വിപ്ലവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല വിപ്ലവത്തിന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എന്താ പറയാ, ഒരു പ്രാസംഗികന്റെ ഭാഷയില്ലേ, വാഗ്മി അല്ലേ, അത് നല്ലത്. ഓക്കെ, ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയ്ക്കും മേക്ക് ഓവർ വേണോ വേണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ ആരോട് ചോദിക്കും? ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് ഡയറക്ടേഴ്സ് കോളാണ്. എല്ലാവരും ഡയറക്ടറിന് തോന്നുകയാണ് ആ ക്യാരക്ടറിന് ഇത്ര മേക്ക് ഓവർ വേണമെന്നുണ്ടെങ്കിൽ. ഈ പ്രിയംവദ മറ്റേ ഇപ്പൊ ഫിസിക്കൽ വെയിറ്റ് കൂട്ടിയിരുന്നു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ശരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഈ മറ്റേ പറയുന്ന പോലെ ഈ ചങ്ങായി ഈ ഒരു വിത്തിൻ ഷോർട്ട് സ്പാൻ ഇയാൾ ചെയ്ത പരിപാടികൾ അധികാരം ഞങ്ങൾ 16 ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ബാക്ക് ടു ബാക്ക് അതുകൊണ്ടിട്ടല്ല അങ്ങനെ നമ്മൾ 12 മാസം പണിയെടുക്കുന്നതല്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പ്രിയംവദക്ക് അത് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. പ്രിയംവദ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയിൽ കക്ക വരുന്ന മറ്റേ വഞ്ചി തുഴയുന്ന കേട്ടല്ലേ ഇവിടെ ഇരുന്നിട്ട്, തനിക്കറിയാമല്ല, തനിക്കറിയാം. അതിന് നിസ്സാരവൽക്കരിച്ചിടുകയാണ്. ഇയാൾക്ക് എന്റെ വാല്യൂ മനസ്സിലാകുന്നില്ല. നമ്മൾ വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാക്ക് അതിന്റെ അല്ല ഞാൻ പറഞ്ഞ, സ്റ്റേറ്റ് അവാർഡ് സെക്കൻഡറി ആണ്. ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് കുറേ ദിവസം താമസിച്ച് നമ്മൾ വേറൊരാളുടെ ലൈഫ് പഠിക്കുകയാണ്, എന്നിട്ട് ആ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയുന്നത് ലൈക്ക്. ഈ വിലായത്തിന് ലൊക്കേഷനിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്ന്. ഒരു 10-something days മുമ്പ് ലൊക്കേഷനിൽ പോയി ഞാനും വേറെ 2 ആക്ടേഴ്സും. അവിടെ ഒരു തുന്നൽ കട ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് അവിടെ വരുന്ന ലേഡീസിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടൈലറിങ് ഷോപ്പായിരിക്കും. ഞാൻ അവിടെ ഒരു 10 ദിവസമൊക്കെ പണിയെടുത്തു. പക്ഷെ എനിക്ക് ടൈലറിങ് അറിയില്ല. സോ ഞാൻ റിസപ്ഷനിലിരുന്നു. അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കുക. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആന്റിയുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനാണ് കൊണ്ട് വീട്ടിലാക്കുന്നത്. തിരിച്ചു വീണ്ടും തുന്നൽ കടയിൽ അത് ഇനീഷ്യേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളൊരു ടീമുണ്ട് കൂടെ. ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരായിട്ട് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്റെ കൂടെ അനുമോഹൻ ഇല്ല, അനുമോഹൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടായിരുന്നു. അവൻ എന്റെ അടുത്തുള്ളൊരു ഏതൊരു സൂപ്പർ മാർക്കറ്റോ അങ്ങനത്തെ ഒരു ചെറിയ കടയിൽ ആ സെയിം ടൈം അവനും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 10-15 days. ഇതാണ് മലയാള സിനിമ. നമ്മൾ ഈ മലയാള സിനിമയെ കുറിച്ച് പിന്നെ ആ പ്രദേശം ഫുൾ പരിചയക്കാര്. വിപ്ലവല്ലേ ഞാൻ പറഞ്ഞറിയൂ. ഇവിടെ ആളുകൾ സംസാരിക്കുന്നത് ഗ്രോസും എന്താണോ
ഗ്രോസ് ഷെയർ പരിപാടിയാണ്. മഞ്ഞ എന്ത് മഞ്ഞ, ബുക്ക് ചെയ്യുമ്പോൾ മഞ്ഞ കളർ ഗ്രോസ് ഷെയർ പരിപാടിയുടെ അപ്പുറത്തേക്ക് അല്ല, ഞാൻ പറഞ്ഞ അതിന് വിയോജിപ്പല്ല, ലൈക്ക് അത് വേണം, പക്ഷെ അത് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇത്തരം പരിപാടികൾ ഇയാള് എന്താ ചെയ്തോണ്ടിരിക്കണെന്ന് അറിയോ? ഇപ്പൊ ഇയാള് നിസ്സാരവൽക്കരിക്കുകയാണ്. ഇയാള് ഇല്ലായ്മ ചെയ്യാണ് ഒരു ഗ്രേറ്റ്നെസ്സിനെ. അയ്യോ അതല്ല, ഞാൻ വേറെ ഓക്കെ. ഫംഗ്ഷന് പോവാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോ ലുക്കിന്റെ കാര്യത്തിൽ ഒരു സംശയം തോന്നിയാൽ ആരോട് ചോദിക്കും? കണ്ണാടി പിടിച്ചു. ഞാൻ ഭാര്യനോട് ചോദിക്കാറുണ്ട്. ക്ലാസിക് കണ്ണാടി കണ്ണാടി ഫൈനൽ സ്വന്തം തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. റിലീസ് ടൈം ആകുമ്പോൾ സിനിമ വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തോന്നിയാൽ പേടിച്ചിട്ട് ടെൻഷൻ എടുത്തിട്ട് ആരോട് ചോദിക്കും, അല്ലെങ്കിൽ ആരെയും വിളിക്കും? ആരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ആരോട് ചോദിച്ചില്ല സാർ. പടം പാളിന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ജനങ്ങളോട് ചോദിക്കണം പടം ഇറങ്ങി കഴിഞ്ഞിട്ട്, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞു, സിനിമയുടെ ഒരു ഫുൾ ഫോമായി നമ്മൾ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ അല്ല, അത് ജനങ്ങളുടെയാണ്. അവർ പൈസ കൊടുക്കുന്നു, കാണുന്നു, അവർ ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ. സിനിമയിൽ എന്നെ കുറിച്ച് ഒരു ചെറിയൊരു ഗോസിപ്പ് വന്നു എന്നുള്ളൊരു സംശയം തോന്നിയാൽ ആരോട് ചോദിക്കും? ഫസ്റ്റ് ആരോട് ചോദിക്കും? ഗോസിപ്പ് ഒന്നും അറിയില്ലല്ലോ, ആരോടെങ്കിലും ചോദിക്കണോ? എന്താണ് എന്നെ കുറിച്ചുള്ള ഗോസിപ്പ്? എന്നെ കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് ഉണ്ടോ? എങ്ങനെ? ഓ, എന്നെ കുറിച്ചൊരു ഗോസിപ്പ് വന്നാൽ നിങ്ങൾക്ക്, അതായത് എന്റെ ഗോസിപ്പ് അറിഞ്ഞൂടാത്ത ഒരാളെ തപ്പി കണ്ടുപിടിച്ചിട്ട് അയാളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ഗോസിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളെ കേട്ടോ ഇല്ലയോ? കമോൺ. പക്ഷെ താനെടുത്ത എഫേർട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. നമ്മൾ ആരുടെ എഫേർട്ട് ഉണ്ടാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. May 16th അപ്പം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരോടും പോയി പടം കാണണമെന്ന് പറ. താങ്ക് യു അനില, താങ്ക് യു വെരി മച്ച്. അടിപൊളി ഇന്റർവ്യൂ. താങ്ക് യു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.